ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചുരിദാറിൻ്റെ നെക്കിൽ ബീഡ്സ് വർക്ക് ചെയ്താണ് കേട്ടോ കാണിച്ചു തരുന്നത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ബീഡ്സ് വർക്ക് ചെയ്യുന്നത്. സാധാ ബീഡ്സും കുന്തൻ ബീഡ്സും ആണ് കേട്ടോ. ഞാൻ ഇതിൽ 2 ബീഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഗം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഗമ്മിൻ്റെ അടുപ്പിന്ന് അത് ആ ഒരു സൂചി പോലത്തത് പീച്ച കിട്ടാത്തതുകൊണ്ട് അത് പറിച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പറിച്ചെടുത്തപ്പോൾ അത് വേഗം കിട്ടിയിട്ട് അതിന്ന് തോണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പശ ചെയ്തിരിക്കുന്നത്. പശ നിറയെ ഉണ്ടായിരുന്നു, പക്ഷേ പശ കിട്ടണമില്ല. ഇങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അപ്പോൾ ഞാനത് പറിച്ചെടുത്തപ്പോൾ വേഗം പോന്നു കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, നെക്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിലൊക്കെ നമ്മൾ ഏത് മോഡലാണ് വര വേണ്ടത്, ഡിസൈൻ വേണ്ടത് എന്നുള്ളതിന് ഇത് ഞാൻ ചെറുതായിട്ടൊരു വള്ളി പോലത്തെ ഒരു ഡിസൈനാണ് വരച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ വരച്ചതിൽ അങ്ങനെ ഗോൾഡ് ബീഡ്സ് നമ്മൾ സൂചിയിൽ കോർക്കില്ലേ, അങ്ങനെ സൂചിയിൽ കോർത്തതിന് ശേഷം ആ വരച്ചതിൽ കൂടെ ഗം ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തു കേട്ടോ. ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് സൂചി കൊണ്ട് തുന്നി ഇറക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അതിൽ എല്ലാ ഭാഗത്തും അതിൻ്റെ ആ ഒരു ഓരോ ഇല പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ഗമ്മ് വെച്ചിട്ട് നമ്മൾ കുന്തൻ ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നോക്കി നോക്ക്. നമുക്കൊക്കെ സിമ്പിൾ അടിച്ച ഡ്രസ്സാണ്, നമ്മളത് ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. സാധാ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഈ ഒരു വർക്കാണ് കേട്ടോ. നമ്മളിത് ആര്യ വർക്കാണ് ചെയ്യണിച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ മുന്നേ ചെയ്യണം. ഇത് ഇങ്ങനത്തെ സാധാ ബീഡ്സ് വെച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചുരിദാറിൽ ബീഡ്സ് വർക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്ക്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വർക്കാണത്. കണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിലും ഒക്കെ ഇത് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഒരില പോലെ നമ്മൾ വീണ്ടും അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കട്ട സപ്പോർട്ടാണ് നമുക്ക് ഈ വീഡിയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റണത് കേട്ടോ. നിങ്ങൾ നിറയെ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് തിരക്കായിരുന്നു, അത് കാരണമാണ് കുറേ വീഡിയോ ഇടായിരുന്നത്. വീണ്ടും നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണാം. നമ്മളിതിൽ വേറെ ചാനലിൽ വേറെയും ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് കയറി നോക്കണം കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് നോക്കി നോക്ക്. നമുക്ക് ചെയ്യാവുന്ന വർക്കാണ് ഇതൊക്കെ. ഇതിനൊക്കെ നമ്മൾ കടയിലൊക്കെ കൊടുക്കുക വെച്ചാൽ നല്ല റേറ്റ് വരും. അപ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതൊക്കെയാണ് കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെയുള്ള ഡിസൈനുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.